മരീചിക നിധിസാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കളോടും സ്വാഗതം. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഊട്ടിയിൽ വെച്ചുള്ള കഥയിലെ ബാക്കിയായിട്ട് അതിൽ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഈ യതിയുടെ അടുത്തേക്ക് ഈ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പാലിന് പറഞ്ഞു വിട്ടയാൾ പാലുമായിട്ട് എത്തി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ പാലെടുത്തിട്ട് ചായക്കടയിൽ നിന്ന് കിട്ടിയ പാലായതുകൊണ്ട് പറഞ്ഞു, ഇത് പാല് നല്ല പാലും വെള്ളമാണ്, എങ്കിലും നമുക്കിത് പാലായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ പാലായിട്ട് സങ്കല്പിക്കുക, ഒറിജിനൽ പാലാണെന്ന് തന്നെ അങ്ങ് സങ്കല്പിച്ചോളൂ. ഈ നെയ്യ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് സ്വാമി പാലിൽ നിന്ന് ആണ്. അല്ല, അതിൻ്റെ മാറ്റങ്ങളൊന്ന് പറയൂ. എങ്ങനെയാണ് നെയ്യ് എന്നാൽ പാല് ഉറയൊഴിക്കണം. അതായത് കുറച്ചൊഴിച്ച് ഉറയൊഴിച്ച് വെച്ച് അതിൻ്റെ നിശ്ചിത സമയം കഴിയുമ്പോൾ അത് തൈരായിട്ട് തീരും. ആ തൈരായിട്ട് മൈക്ക് പിടിച്ചോളൂ എന്ന് പറഞ്ഞ സ്വാമി മൈക്ക് കൈ കൊടുത്തു. മൈക്കിലൂടെ പറഞ്ഞോളൂ. അപ്പം മൈക്കിലൂടെ പറഞ്ഞു അദ്ദേഹം, തൈരിനെ നമ്മൾ കടഞ്ഞ് വെണ്ണയാക്കും. വെണ്ണയാക്കിയതിന് ശേഷം തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത വെണ്ണയെ നമ്മൾ ഉരുക്കി നെയ്യാക്കും അല്ലേ. അപ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് ശകലം സമയമെടുക്കുമല്ലോ അല്ലേ. സമയമെടുക്കും തീർച്ചയായിട്ടും സമയം. അപ്പോൾ അല്ലാതെ ഈ പാലിനകത്ത് നെയ്യൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലാതെ ഈ പാലിനകത്ത് നെയ്യ് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ പറ്റുമോ? ഇല്ല. അത് സ്വാമി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നെയ്യ് കാണിച്ചു തരാൻ പറ്റും. ഓഹോ, ശരി. അപ്പം ഓടി വന്നിട്ട് ഈ പാലിൽ നെയ്യ് ഇല്ല എന്ന് പറഞ്ഞാലോ? എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇതിനകത്ത് നെയ്യില്ല എന്നാർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? സാധിക്കും. പക്ഷേ സത്യം അതല്ല. നെയ്യ് ഇതിലുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് നെയ്യില്ല എന്ന് പറയരുത്. എനിക്ക് ഈശ്വരനെ കാണുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഈശ്വരനില്ല എന്നല്ല, പ്രപഞ്ചശക്തി ഇല്ല എന്നല്ല. അതിനെ നിൻ്റെ ഹൃദയമാകുന്ന പാലാഴി, മനസ്സാകുന്ന പാലാഴിയിൽ ബുദ്ധിയാകുന്ന കടകോല് കൊണ്ട് കടഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങൾ പിരിച്ച് കയറുണ്ടാക്കി അതിൽ ബന്ധിച്ച് അതുകൊണ്ട് കടയണം എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ ബന്ധിക്കണം. ബുദ്ധിയാകുന്ന മന്ത്രപർവ്വതം കൊണ്ട് അലഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ തെണ്ടി നടക്കുന്ന എന്ന് പറയാം, മനസ്സിനെ ശരീരമാകുന്ന കലശത്തിൽ കുടത്തിലാക്കണം. ശേഷം രണ്ട് സൈഡിലേക്കും അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ, നല്ലതിലേക്ക് പോകണമോ ചീത്തയിലേക്ക് പോകണമോ. അതാണ് പാലാഴി കടയുമ്പോൾ തന്നെ ഒരു സൈഡിൽ ദേവന്മാരും ഒരു സൈഡിൽ അസുരന്മാരും നിൽക്കുന്നത്. 10 പേര് പറയുകയാണ്, അവിടെ ക്യാമറ ഡാൻസും മദ്യവും കൊടുക്കുന്നുണ്ട്, ചീട്ടുകളി ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോകും അല്ലേ. ഇവിടെ സദ്യയും പായസവും കൊടുക്കുന്നുണ്ട്, നല്ലൊരു പ്രഭാഷണവും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും? ഇവിടെ മൈക്കുകാരൻ പോലും കാണുകയില്ല, പ്രഭാഷകൻ മാത്രമേ കാണുകയുള്ളൂ. ബാക്കി എല്ലാവരും മറ്റ് സ്ഥലത്തിലേക്കായിരിക്കും. അതുകൊണ്ടാണ് തമോ ഗുണം, അല്ലെങ്കിൽ നല്ലതല്ലാത്ത ഗുണങ്ങളുള്ള നെഗറ്റീവ് എനർജിയുള്ള ഈ വക സാധനങ്ങളിലേക്ക് ആൾക്കാർ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നത്. പാലാഴി കടയുമ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അമൃതമായിട്ട് അസുരന്മാരാണല്ലോ ആദ്യം പോയത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ മനസ്സാകുന്ന കടകോല് കൊണ്ട് കടഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണം, കുറച്ച് പ്രോസസ്സ് വേണം. അതിനുള്ള സമയം നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ പോരാമെങ്കിൽ ധ്യാനവും ജപവും യോഗയും എല്ലാം പഠിച്ചുകൊണ്ട് എൻ്റെ കൂടെ കൂടുക. നിങ്ങൾ ഈശ്വരനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പോയിക്കോളൂ. അല്ലാതെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് സ്റ്റേജിൽ ഈശ്വരനെ എടുത്ത് തരാൻ പറഞ്ഞാൽ പറ്റുകയില്ല. ഈ പ്രപഞ്ചമാകുന്ന പാലിൽ മിൽക്കി വേ എന്നാണല്ലോ പറയുന്നത്, പാലാഴി. ആ മിൽക്കി വേയിൽ ഒരു ചെറിയ കണിക മാത്രമാണ് ഭൂമി എന്നാണല്ലോ. അപ്പം ഈ പാലാഴിയാകുന്ന നിൻ്റെ മനസ്സിനെ ഒന്ന് കടഞ്ഞെടുക്കുമ്പോൾ ഈശ്വരനെ കാണാൻ പറ്റും.
കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഈശ്വരനില്ല എന്ന് അല്ല. ഇതിലൂടെ നമുക്ക് തത്വപരമായി ചിന്തിക്കുമ്പോൾ മാത്രമേ വിശ്വാസമുണ്ടാകുള്ളൂ. വിശ്വാസിക്ക് എപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകാറുള്ളൂ. കാരണം ശ്രദ്ധിക്കുമ്പോഴാണ് അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. മുറിഞ്ഞിരിക്കുന്ന വിരൽ എപ്പോഴും തട്ടും. കാരണം എന്താണ്? അപ്പം നമ്മൾ പറയും മുടിയാനായിട്ട് ഒടുക്കത്തെ വേദന, ഈ വിരൽ തന്നെ തട്ടുക. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ വിരൽ അല്ലാത്തപ്പോഴും തട്ടുന്നുണ്ട്, വേദന ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, എപ്പോഴും ഈ വേദനയുള്ളതുകൊണ്ടാണ് ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതെല്ലായ്പ്പോഴും തട്ടിക്കൊണ്ടിരിക്കുന്ന വിരലാണ്. അതുകൊണ്ട് ഓരോ സംഗതികളിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നമുക്ക് പല വിധത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത്, പല അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വ്യക്തിയിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ആ വ്യക്തിയിലെ ഗുണങ്ങളെയും ദോഷങ്ങളെയും മനസ്സിലാക്കുന്നത്. അയാളുടെ ഗുണങ്ങളെ മാത്രം എടുക്കുക, ദോഷങ്ങളെ ദൂരക്കളയുക എന്നാണ്. കാരണം വീടി വലിക്കുന്നവനാണ് എൻ്റെ വീട്ടിൽ തെങ്ങ് കയറാൻ വന്നതെന്ന് പറഞ്ഞ് ഞാൻ വീടി വലിക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിലിലെ ഉത്തമമായ നല്ല കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, മുത്തെടുക്കുക, മുത്തുച്ചിപ്പി ദൂരക്കളയുക എന്നതാണ് ബാക്കി. നമ്മുടെ തൊഴിലിൽ ഞാൻ ഹീറോയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ ഹീറോയാണ്, അവിടെ ഞാൻ സീറോയാണ്. തെങ്ങിൽ കയറാൻ വന്നവൻ അവൻ്റെ തൊഴിലിൽ ഹീറോയാണെങ്കിൽ നമ്മളവിടെ സീറോയാണ് എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും സമമായ ഭാവനയും വരുന്നതായിരിക്കും. ഈ ചാനൽ തുടർന്നും കാണുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടി അമർത്തുകയും ചെയ്യുക. ലൈക്ക് അടിക്കുവാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം.